അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദീപാവലിയൊക്കെ വരുവായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട്. മൈ നെയിം ഈസ് നിഷ. വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ദീപാവലി സ്വീറ്റ്സ് ആയിട്ട് ഞാൻ കാജു കത്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാജു കത്ലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം കാഷ്നട്ട് ആണ്. അപ്പോൾ ഈ കാഷ്നട്ട് ഞാൻ ഇച്ചിരി പൊടിഞ്ഞുണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ ഫുൾ സൈസ് ഉള്ളതല്ല, നമുക്ക് ഏത് സൈസിലും കിട്ടും. ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചതെങ്ങാണ്ടാണ് കിട്ടിയത്. മുറിക്കുന്നത് കുറയുന്നതിന് വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാകാതെ പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പൊടിച്ചുകൊണ്ട് വരാം. അതിപ്പോൾ ചെറിയ മിക്സി ജാറിലാണ് എടുത്തത്. കാരണം നമുക്ക് വലുതെടുത്താൽ പിന്നെ മൊത്തം ഇടുമ്പോൾ ചൂട് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ചെറുതിലെടുത്തേക്കുന്നത് എൻ്റെ അരിച്ചെടുക്കുക. ഞാൻ ഈ 250 ഗ്രാം കാഷ്നട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര എടുക്കുവാണ്. പിന്നെ അതിനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു. നമുക്കിത് നല്ലപോലെ പഞ്ചസാര അലിഞ്ഞു വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര തിളച്ച് പഞ്ചസാര ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇടായത്. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ നമുക്ക് സ്പൂണിൽ വീഴുന്നൊന്ന് നോക്കാം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോഴാണിത് ശരിക്ക് വരേണ്ടത്. നമ്മുടെ ഈ ലൈൻ ഇത് നോക്കുമ്പോൾ ഒരു 1 സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു 1 സ്ട്രിങ് ആയിട്ട് വന്നിട്ട്. അപ്പം നമുക്ക് റൈറ്റ് ടൈമാണ്. അപ്പം തന്നെ ഇടാം. തീ ഓഫ് ചെയ്ത് ഞാൻ ഒരു സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചത് പഞ്ചസാരയായിട്ട് പൊടിച്ച് വെച്ചിരുന്നതാണ്, അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് റോസ് വാട്ടർ ഇടും. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് റോസ് വാട്ടർ ഇപ്പോൾ ചേർക്കാത്തത്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ ഞാൻ അതിനകത്തോട്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇത് ഒരുമാതിരി വെള്ളമൊക്കെ പറ്റി മിക്സായി പഞ്ചസാര പാനിയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കാനുള്ള പാകം ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ശകല സ്പൂണിലെങ്ങാനും എടുക്കാം. എന്നിട്ട് കയ്യിൽ ഇതിങ്ങനെ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകമാണോ എന്ന് ചെക്ക് ചെയ്യണം. മാതിരി തന്നെ ഞാനിപ്പോൾ ഒരു ശകല സ്പൂണിലെടുത്ത് തണുക്കാൻ വെച്ചതാണ്. കണ്ടപ്പോൾ നല്ലപോലെ ഗോളാകൃതി നമ്മുടെ കയ്യിൽ പറ്റാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം. ഞാനിപ്പോൾ ഒരു ഗീ തേച്ച് വെച്ചേക്കുന്ന പ്ലേറ്റാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിത് തണുത്ത് വരണം. കാരണം ഇത് നല്ല കയ്യിൽ പിടിച്ചാൽ കയ്യിലങ്ങ് സ്റ്റിക്കായിട്ട് ഇരുന്നിട്ട് നമുക്ക് കൈ പൊള്ളും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. കുറച്ച് നമുക്ക് പിടിക്കാനും അല്ലെങ്കിൽ ഒന്ന് മാനേജ് ചെയ്യത്തക്ക രീതിയിലൊരു ചൂടിലോട്ടാക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇടുവാണ്. ഇച്ചിരി നെയ്യൊക്കെ തേച്ചിട്ട് അതിനകത്തോട്ട് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊന്നിനെ സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കൈ ഒന്ന് മാനേജ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് വേണം ഉരുക്കാൻ. ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പറിൻ്റെ പുറത്തോട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കാൻ നോക്കുവാണ്. ചെറിയ ശക്തിയൊക്കെ കുറച്ച് ഇങ്ങനെ പതുക്കെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കളയണ്ട, നമുക്കത് ചെറിയ ഡിസൈൻ ഇല്ലാത്തതാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് മേടിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കാജു കത്ലിയാണ് കിട്ടിയിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല പോലെ പൊടിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. കറക്റ്റ് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു അലുമിനിയത്തിൻ്റെ ഒരു പോലത്തെ അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഇങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടില്ല. ഒന്നാമത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത്ര നെസസറി ആയിട്ട് തോന്നിയില്ല. കാണാനൊരു ബ്യൂട്ടി എന്നുള്ളതല്ലാതെ അതാണ് വാങ്ങിക്കാതിരുന്നത്. അപ്പം നമ്മൾ ബൂന്തി ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബൂന്തി ലഡുവിനപ്പോൾ നല്ല എടുത്തേക്കണത് ഞാൻ ഇതിന് 2 കപ്പ് പൊടി. ഇപ്പോൾ 250 ഗ്രാം ബേസിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷനിലാണ്, വേണം ഇട്ടാൽ മതി. ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പതുക്കെ കട്ടയൊന്നും കെട്ടാതെ കലക്കിയെടുക്കാം.
ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ഇതാണെങ്കിൽ ഇത് ഈ ഭാഗം വന്നേക്കണം. ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. റണ്ണിങ് കറക്റ്റ് റണ്ണ് ചെയ്യുന്നുണ്ട്. ആ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 200 ഗ്രാം പഞ്ചസാര, ഇതിൻ്റെ പകുതി വെള്ളവും എടുത്തു. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇടുന്നുണ്ട്. കുറച്ച് കിസ്മിസും കൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ ആ നേരത്തെ ഒഴിച്ച നെയ്യിലോട്ട് കൂടി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിനകത്തെ എണ്ണയൊക്കെ പോകാനായിട്ട് ഞാനിപ്പോൾ ഒരു ഇങ്ങനെയുള്ള പാത്രത്തിൽ വെക്കുവാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഈ തവി ഒഴിക്കുമ്പോൾ ഉള്ളത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതർവൈസ് അത് താഴോട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം ഞാനൊന്ന് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി നമുക്ക് അടുത്ത സെറ്റ് ഒരു പ്രാവശ്യവും കൂടി ഇങ്ങനെ ചെയ്യാം. ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നീട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബൂന്തി ലഡുവിനുള്ള ബൂന്തി എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണം, കുറച്ച് ബൂന്തി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബൂന്തി ലഡു ജസ്റ്റ് ഒന്ന് അടിച്ച് കുറച്ച് അടിക്കാതെയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പാനി ഇച്ചിരി തണുത്തായിരുന്നു, ഒന്ന് ചൂടാക്കി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ്, അതും കൂടി ഇടുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയും കൂടി പഞ്ചസാരയുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കാഷ്നട്ടും കിസ്മിസും കൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മൾ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ട് അടച്ചു വെക്കാം. ആ ഭാഗത്തിനുള്ള ചൂട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പം എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും. നമ്മളിനി പതുക്കെ എടുത്തിട്ട് നമുക്ക് എത്രയാ ആ സൈസിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഒന്ന് ആദ്യം നിന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഡു ഒക്കെ നല്ലതായിട്ട് കണ്ടോ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഇച്ചിരി നെയ്യും ഒക്കെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ കൂടി വന്നിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് സൈസ് കണ്ടോ, നമ്മൾ ഈ ഒരു സൈസിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു വലിയൊരു സൈസ് എന്ന് പറയാം, മാർക്കറ്റിൽ കിട്ടുന്ന അത്രയും വലിയ സൈസല്ല. അതുകൊണ്ട് പിന്നെ ഈ കാജു കത്ലി ഉണ്ടാക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊടിച്ച് അരിച്ചെടുക്കണ സമയത്ത് ചിലപ്പോൾ നമുക്ക് അരിച്ചിട്ട് ശരിക്കും കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് തോന്നിയൊരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ പഞ്ചസാര ഷുഗർ വാട്ടറിൽ ഇട്ട സമയത്ത് അത് കുറച്ച് നേരം ഒന്ന് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സിയിലിടാൻ പാകത്തിന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സി കറക്കി എടുത്തിട്ട് രണ്ടാമത് ചെയ്താൽ നമുക്ക് നല്ലപോലെ തന്നെ കാജു കത്ലി കിട്ടും. ഇത് പൊടിഞ്ഞിട്ട് അത് ശരിയാകുന്നില്ല, ഓയിൽ വന്നത് കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദിവാലി സ്വീറ്റ്സിൻ്റെ 2 ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊന്ന് കാജു കത്ലിയാണ്, പിന്നെ ഒന്ന് നമ്മുടെ നോർമൽ ലഡുവാണ്. അപ്പം ഇത് 2 ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.